ഓരോ ഏറ്റുമുട്ടലുകൾ നടക്കുമ്പോഴും നക്സലുകളില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുമെന്ന ഭരണാധികാരികൾ അവകാശപ്പെടുന്നുണ്ട്. ഇത്തവണയും ഉണ്ടായത് സമാന പ്രതികരണം തന്നെയാണ്. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഭരണകൂട പരാജയമാണ് വ്യക്തമാക്കുന്നത്. ജനയുഗം എഡിറ്റോറിയലിലൂടെ രാജ്യത്തെ പ്രധാന നക്സൽ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ കഴിഞ്ഞ ദിവസം 29 നക്സലൈറ്റുകളെ സുരക്ഷാസേന വെടിവെച്ച് കൊന്ന സംഭവമുണ്ടായി. ഏറ്റുമുട്ടലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും അല്ലെന്ന് നക്സലൈറ്റുകളും വിശേഷിപ്പിച്ച സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഉണ്ടായത്. 25 ലക്ഷം രൂപ വിലയിട്ട മുതിർന്ന നേതാവ് ശങ്കർ റാവു ഉൾപ്പെടെയുള്ളവരെ വധിച്ചുവെന്നാണ് സുരക്ഷാസേന അറിയിച്ചത്. 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും ബസ്തർ IG പി സുന്ദർ രാജ് അറിയിക്കുകയുണ്ടായി. AK-47 ഉൾപ്പെടെയുള്ള നിരവധി ആയുധങ്ങളും തിരച്ചിലിൽ കണ്ടെത്തിയതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. ബിനഗുണ്ട ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയിലാണ് സൈന്യത്തിന്റെ നടപടിയുണ്ടായത്. മാവോയിസ്റ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് DRG BSF സംഘം ഏറ്റുമുട്ടൽ നടത്തിയതെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. ഈ വർഷം ഇതുവരെയായി 79 നക്സലുകളെ വധിച്ചതായാണ് കണക്ക്. അവയെല്ലാം ഏറ്റുമുട്ടലുകളെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകാറുള്ളത്. 2019 65, 2020 36, 2021 47, 2022 30, 2023 24 വീത നക്സലുകൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. സംസ്ഥാനത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കുന്നതിനായി അതിർത്തി രക്ഷാ സേനയുടെ വിഭാഗത്തിന് പുറമെ ജില്ലാ സംരക്ഷണ സേന എന്ന പേരിൽ പ്രത്യേക വിഭാഗവും രൂപീകരിച്ചിട്ടുണ്ട്. എങ്കിലും ബസ്തർ മേഖലയിൽ നിന്ന് ഇടയ്ക്കിടെ നക്സലുകളുമായുള്ള ഏറ്റുമുട്ടൽ സംബന്ധിച്ച വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏപ്രിൽ 26 ബസ്തർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതു വിധത്തിലും മേഖലയിൽ സമാധാനപരമായ വോട്ടെടുപ്പ് നടത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും പറഞ്ഞത്. അതിന്റെ ഭാഗമായി 1,00,000-ലധികം അധിക സൈന്യത്തെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് നക്സലുകൾ സൈന്യവുമായി ഏറ്റുമുട്ടിയെന്നും 29 പേർ കൊല്ലപ്പെട്ടെന്നും അധികൃതർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിലും സംശയങ്ങളും ദുരൂഹതകളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായും ഇത് സംബന്ധിച്ച് പുറത്തു വന്ന വിവരങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ്. 18 മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായാണ് ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് 29 മൃതദേഹങ്ങൾ കണ്ടെടുത്തെന്ന വിവരമാണ് പുറത്തു വരുന്നതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതും. നേരത്തെ തന്നെ മേഖലയിലുള്ളതിന് പുറമെ 60,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടുതലായി പ്രദേശത്ത് വിന്യസിപ്പിച്ചതായി ജില്ലാ പോലീസ് IG അറിയിച്ചിരുന്നു. ഇത്രയും സുരക്ഷാ സന്നാഹങ്ങൾ നിലനിൽക്കെ ഏറ്റുമുട്ടലിന് നക്സലൈറ്റുകൾ സന്നദ്ധമായി എന്ന് വിശ്വസിക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് ഔദ്യോഗിക വിശദീകരണത്തിൽ വിശ്വസിക്കാം. പക്ഷേ ഏറ്റുമുട്ടലുകളെല്ലാം നിഷ്കളങ്കമാണെന്ന് കരുതുവാൻ സാമാന്യബുദ്ധി അനുവദിക്കുന്നില്ല. കാരണം നേരത്തെ ഉണ്ടായ, പ്രത്യേകിച്ച് BJP അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള ചില ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ വ്യാജമായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമാക്കപ്പെട്ട സാഹചര്യത്തിൽ മാവോയിസം സാമൂഹ്യ പ്രശ്നങ്ങളുടെ പരിഹാര മാർഗമായി അംഗീകരിക്കുന്നില്ലെങ്കിലും അവരെ വെടിവെച്ച് ഇല്ലാതാക്കണമെന്ന ഫാസിസ്റ്റ് സമീപനത്തോട് യോജിക്കാനാവില്ല. പ്രധാന നക്സൽ കേന്ദ്രമെന്നറിയപ്പെടുന്ന ബസ്തർ മേഖല ആദിവാസി ദളിത് വിഭാഗങ്ങൾ, അതും അതിദരിദ്രർ അധിവസിക്കുന്ന പ്രദേശം കൂടിയാണ്. ജനങ്ങളുടെ ഉന്നമനമെന്ന മുദ്രാവാക്യവുമായാണ് CPI മാവോയിസ്റ്റ് സംഘടന ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നിരോധിത സംഘടനയായിട്ടും CPI മാവോയിസ്റ്റിന് പലപ്പോഴും സഹായങ്ങൾ ലഭിക്കുന്നതും സംരക്ഷണ വലയം തീർക്കുന്നതും ദരിദ്ര ജനവിഭാഗങ്ങളാണെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പ്രാദേശികമായ പിന്നാക്കാവസ്ഥ എന്നിവ പരിഹരിച്ച് ജനവിശ്വാസം ആർജിക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്നതിന് സുപ്രധാനമായും അവലംബിക്കേണ്ടത്. സായുധ സമരത്തിലൂടെയും സാമൂഹ്യ മാറ്റം അംഗീകരിക്കാതെയും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ വഴിമാറിപ്പോയവരെ ചർച്ചകളിലൂടെയും മറ്റും നേർവഴിക്ക് നയിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഓരോ ഏറ്റുമുട്ടലുകൾ നടക്കുമ്പോഴും നക്സലുകളില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുമെന്ന ഭരണാധികാരികൾ അവകാശപ്പെടുന്നുണ്ട്. ഇത്തവണയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സമാന പ്രതികരണം തന്നെയാണ് നടത്തിയത്. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഭരണകൂട പരാജയമാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ദേശബോധം
ഉണർത്തുന്നതിനായുള്ള മറ്റൊരു നടപടിയോ എന്ന സംശയം അസ്ഥാനത്തല്ല. ഇതെല്ലാം കൊണ്ട് തന്നെ 29 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ജനയുഗ എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.